PFI STPI ബന്ധത്തിൽ കൂടുതൽ STPI നേതാക്കൾ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാന വ്യാപകമായി ഇഡിയുടെ പരിശോധനയുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുമൊക്കെ വലിയ പരിശോധനകൾ ഇഡി നടത്തുന്നുണ്ട്. നേതാക്കന്മാരുടെ മുൻ സാമ്പത്തിക ഇടപാടുകൾ, ധനസമാഹരണം എന്നിവയിലെല്ലാം ഇഡി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. PFI STPI കള്ളപ്പണ കേസുകളിൽ സംസ്ഥാനത്ത് ഇഡി നടത്തിയ തുടർച്ചയായ റെയ്ഡുകളിൽ നിർണായകമായ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കർണാകരനൊപ്പം കോഴിക്കോട് നിന്ന് ഗോകുൽ വേണുഗോപാൽ, ഒപ്പം കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ. ആദ്യം ജിജീഷ് ഉണ്ട്. ജിജീഷ്, കഴിഞ്ഞ കുറേ നാളുകളായി അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധന ശേഷം വലിയൊരു ചോദ്യമായി ഉയർന്നതാണ്. പ്രത്യക്ഷത്തിൽ എന്തായാലും പോപ്പുലർ ഫ്രണ്ടും STPI തമ്മിലൊക്കെ വലിയ ബാന്ധവമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് STPI എന്ന് എല്ലാവർക്കും അറിയും. എന്നാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക കാരണങ്ങളാലൊക്കെ നിരോധനം വളരെ നീണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴത്തെ ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടി നിരോധനത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിനിടയിലാണ് നിർണായകമായ പല വിവരങ്ങളും കേന്ദ്ര ഏജൻസികളുടെ കയ്യിലേക്ക് ലഭിക്കുന്നത്. ജിജീഷ്, ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ STPIക്കെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അവരുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, കടുത്ത നടപടികളിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം PFI നിരോധനത്തിന് പിന്നാലെ അതേ മാർഗത്തിലൂടെ നീങ്ങുകയായിരുന്നു STPI എന്ന് വ്യക്തമായതോടുകൂടിയാണ് കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് അന്വേഷണ സംഘങ്ങൾ കടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് STPIയുടെ നേതാക്കളെ, അത് പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള കേരളത്തിലെ നിരവധി നേതാക്കൾ ഇപ്പോൾ വിവിധ അന്വേഷണ സംഘങ്ങളുടെ നിരീക്ഷണത്തിലാണ്. മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ ആരംഭിച്ച അന്വേഷണത്തിന്റെ തുടർച്ചയായി കൂടുതൽ റെയ്ഡുകളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. കാരണം തുടക്കത്തിൽ നടന്നിരിക്കുന്ന അന്വേഷണത്തിൽ ദുരൂഹമായ സാമ്പത്തിക ഇടപാടിന്റെ, അനധികൃതമായ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ലഭിച്ചു. മാത്രമല്ല, നിരോധിത ഭീകര സംഘടനയായ PFI ആണ് STPI എന്ന അതിന്റെ രാഷ്ട്രീയ രൂപത്തിന് വേണ്ട ഫണ്ടുകൾ കൈമാറിയിരുന്നത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. തുടർന്നാണ് ആഴത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡൽഹി ഹെഡ്ക്വാർട്ടർ യൂണിറ്റ് കടക്കുന്നതും അതിനെ തുടർന്ന് ഈ മാർച്ച് ആദ്യവാരവും തുടർന്ന് ഇന്നലെയും എല്ലാം തന്നെ നിരവധി റെയ്ഡുകൾ നടക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. കാരണം എല്ലാ കാലത്തും STPIയെ നിയന്ത്രിച്ചിരുന്നത്, അതിന്റെ ആശയങ്ങൾ പങ്കുവച്ചിരുന്നത് മാത്രമല്ല, STPIക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് നൽകിയിരുന്നത്, അതിന്റെ പ്രവർത്തനത്തിന് വേണ്ട ഫണ്ടുകൾ കൈമാറിയിരുന്നത് എല്ലാം തന്നെ STPI ആണ്. നേരത്തെ MK ഫൈസൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. കൃത്യമായി തന്നെ STPI PFIക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. എന്താണോ PFI മുന്നോട്ട് വെച്ചിരുന്നത്, PFIയുടെ ആശയങ്ങൾ എന്ന് പറയുന്നത് രാജ്യവിരുദ്ധ ഭീകരവാദ മത പ്രീണന ആശയങ്ങളായിരുന്നു PFI മുന്നോട്ട് വെച്ചിരുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് അത് കടന്നിരുന്നു, ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് അത് നീങ്ങിയിരുന്നു. അങ്ങനെയാണ് രാജ്യത്ത് ഈ സംഘടനയെ നിരോധിക്കുന്നത്. എന്നാൽ അതിനുശേഷവും STPI, അതിന്റെ രാഷ്ട്രീയ രൂപമായ STPI നിരോധനമില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊരു രാഷ്ട്രീയ സംഘടനയാണ്, അതിന് പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവർത്തനം തുടരുകയായിരുന്നു. അങ്ങനെ സാങ്കേതികമായി അതിന് നിരോധനമില്ല എന്ന് നിലനിൽക്കുമ്പോൾ തന്നെ PFIയുടെ വലിയൊരു വിഭാഗം പ്രവർത്തകർ STPIയിലേക്ക് ചേക്കേറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. മാത്രമല്ല, നിരോധനത്തിന് ശേഷം നിരവധി യോഗങ്ങളായിരുന്നു, PFIയുടെ രഹസ്യ യോഗങ്ങളായിരുന്നു പല ഭാഗങ്ങളിലായി ചേർന്നിരുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ രഹസ്യയോഗങ്ങൾ ചേർന്നു. എങ്ങനെ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാം, നിരോധിത ഭീകര സംഘടനയുടെ ആളുകളെ എവിടെയെല്ലാം ഉൾക്കൊള്ളിക്കാം എന്നെല്ലാമുള്ള ചർച്ചകൾ, ആഴത്തിലുള്ള ചർച്ചകൾ നടന്നു. അങ്ങനെയാണ് 2023-ലും 2024-ലുമായി പുതിയ സംഘടന എന്ന ഒരു താല്പര്യത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയ സംഘടന എന്ന ഒരു ആലോചനയിലേക്ക് PFI STPI സംഘം എത്തുന്നത്. STPIക്ക് ഒരു യുവജന സംഘടന വേണം, ആ യുവജന സംഘടന രൂപീകരിക്കാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. 2023 അവസാനത്തോടുകൂടി അങ്ങനെ ഒരു സംഘടനയ്ക്ക് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന ഉള്ള വിവരങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരുന്നതും PFI ആയിരുന്നു. അങ്ങനെ നിരോധിത ഭീകര സംഘടനയിലെ ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമായി STPIയെ മാറ്റുകയായിരുന്നു. മാത്രമല്ല, PFIക്ക് വന്നിരുന്ന സാമ്പത്തിക ഇടപാടുകൾ, PFI നടത്തിയ ഇടപാടുകൾ, സാമ്പത്തികം, വിദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഫണ്ടുകൾ എന്നിവയെല്ലാം തന്നെ STPIക്കും അതിൽ നല്ലൊരു പങ്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇപ്പോഴും NIAയുടെ അന്വേഷണ പരിധിയിലുള്ള PFIയുമായി ബന്ധപ്പെട്ട കേസിന്റെ വിഷയങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് PFIയും STPIയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഇരു സംഘടനകളും തമ്മിലുള്ള ദുരൂഹമായ ബന്ധങ്ങളും തന്നെയാണ്. അതിലേക്ക് അന്വേഷണം പോകുന്നു. അങ്ങനെയാണ് നമുക്ക് വളരെ വേഗം ഒന്ന് കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് നിന്ന് ഗോകുൽ കൂടി ഉണ്ട്. കാരണം
കോഴിക്കോടാണ് പല രൂപത്തിൽ ഈ സംഘടന ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ട് പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ ഇങ്ങനെ എത്തുന്നത്. അത് ആദ്യം തുറന്നു പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. പിന്നീട് പലതരത്തിൽ അതിൻ്റെ പേരുകൾ മാറ്റി, CPM ജില്ലാ സെക്രട്ടറി തന്നെയാണ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തന്നെയാണ് ആദ്യം വ്യായാമ കൂട്ടായ്മയുടെ പേരിലൊക്കെ പോപ്പുലർ ഫ്രണ്ട് പുതിയ രൂപത്തിൽ വരുന്നുവെന്ന ചില മുന്നറിയിപ്പൊക്കെ നൽകിയത്. പിന്നീട് അതിൽ നിന്ന് നേരെ U-turn എടുത്തുവെങ്കിൽ പോലും അത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തലുകൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഗോകുല് കോഴിക്കോട് ഈ മതമൗലിക സംഘടനകൾ, പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് നിരോധന ശേഷം ഇത്തരം സംഘടന പ്രവർത്തിച്ച ആളുകളൊക്കെ ഒത്തുകൂടി പല കൂട്ടായ്മകൾ രൂപം നൽകുന്നു. അതിന് വ്യായാമ കൂട്ടായ്മ, മെക്സവൻ പോലെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഒത്തുചേരലൊക്കെ ഉണ്ടാകുന്നു. അത്തരം ഇടപെടൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് മലബാർ മേഖലയാണ്, പ്രത്യേകിച്ച് കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ എന്തായാലും കേന്ദ്ര ഏജൻസികൾ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇക്കാര്യത്തിൽ പിടിമുറുക്കുന്നുണ്ട്. SDPയുമായി ബന്ധപ്പെട്ട്, പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളെല്ലാം പരിശോധിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പേര് മാറ്റിയാലും അല്ലെങ്കിൽ രൂപം മാറ്റിയാലും ഒക്കെ പ്രവർത്തനശൈലി ഏറെക്കുറെ ഒന്നാണ് എന്ന് കേന്ദ്ര ഏജൻസികൾക്ക് വ്യക്തമാണ്. അതിൻ്റെ തുടർ നടപടികളല്ലേ കാണുന്നത്? എങ്ങനെ വിലയിരുത്താം ഗോകുൽ? എല്ലാ സമയത്തും നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോപ്പുലർ ഫ്രണ്ട് 2009 ഔദ്യോഗികമായിട്ട് ഒരു ദേശീയ സംഘടന എന്ന രീതിയിൽ നിലവിൽ വരുന്നതെങ്കിലും അതിന്റെ വേരുകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നാദാപുരത്തേക്ക്, കോഴിക്കോട് ജില്ലയിൽ തന്നെ നാദാപുരത്തേക്കാണ് എത്തിച്ചേരാൻ സാധിക്കും. 1987 അവിടെ ഉണ്ടായിരുന്ന ഒരു കലാപവുമായി ബന്ധപ്പെട്ട രൂപപ്പെട്ട പ്രസ്ഥാനമാണ് നാദാപുരം NDF എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊള്ളാൻ കാരണമായത്. പിന്നീട് NDF നിരോധിക്കപ്പെടുന്ന സമയത്ത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന വരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുന്നു. അത് നിരോധിക്കാൻ ഇടയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്ന സമയത്താണ് മറ്റു ചില ആരോപണങ്ങളുമായിട്ട് രാഷ്ട്രീയ കക്ഷികൾ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഈ മെക്സവൻ പോലെ ഒരു വ്യായാമ കൂട്ടായ്മ, അതിനെതിരെ ആദ്യം രംഗത്ത് വരുന്നത് സുന്നി സംഘടനകൾ തന്നെയാണ്. അതായത് മുസ്ലിം സമുദായത്തിനകത്തുപെട്ട കാന്തപുരത്തിന്റെയൊക്കെ സുന്നി സംഘടനകൾ തന്നെയാണ് മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മ നിരീക്ഷിക്കണമെന്നും അതിന് തീവ്രവാദ സ്വഭാവമുണ്ട് എന്നും അല്ലെങ്കിൽ അനിസ്ലാമികമായ കാര്യങ്ങളാണ് അവർ പരിശീലിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ടേക്ക് വന്നു. പിന്നീട് അത് CPMന്റെ ജില്ലാ സെക്രട്ടറി ഏറ്റെടുത്തു, BJP ഏറ്റെടുത്തു. CPM പക്ഷേ അതിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. CPMനകത്ത് അവർക്ക് അതിൽ പിന്തുണ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ മെക്സവൻ എന്ന വ്യായാമ കൂട്ടായ്മയെ പറ്റി നിരീക്ഷിക്കണമെന്നും അവരുടെ സ്വഭാവം ശരിയല്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ മുസ്ലിം സംഘടനകൾക്കിടയിൽ തന്നെ ഉണ്ടാവുകയും CPM അത് ഏറ്റെടുക്കുകയും ചെയ്തു, BJP അത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു. ഒരു സംഘടന നിരോധിക്കപ്പെടാൻ പോകുന്നു എന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു ബാക്കപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ അവർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് സിമി നിരോധിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്, NDF നിരോധിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്, പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. SDPയുടെയും അവരുടെ നേതാക്കന്മാർക്കുമെതിരെ വലിയ രീതിയിലുള്ള പരിശോധനകൾ, വ്യാപകമായ റെയ്ഡുകൾ, SDPയുടെ നേതാക്കന്മാർ കരിമ്പട്ടികയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ് മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ കൂട്ടായ്മ വരുന്നത്. അതിനെതിരെ തന്നെ ജനം TV ഉൾപ്പെടെയുള്ള വാർത്താ സംഘങ്ങൾ വലിയ രീതിയിൽ വാർത്തകൾ നൽകി. ആ സമയത്ത് ഈ മെക്സവൻ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നു, അല്ലെങ്കിൽ ദേശീയ ഏജൻസികളുടെ നിരീക്ഷണത്തിന്റെ പരിധിയിൽ വരുന്നു എന്ന് പറയുന്ന സമയത്ത് NCHDR എന്ന് പറയുന്ന ഒരു മറ്റൊരു സംഘടന രൂപീകരിക്കുന്നു. ഈ NCHDR എന്ന് പറയുന്ന സംഘടന നേരത്തെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് 2001 പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് നിരോധിക്കപ്പെട്ട സംഘടന പോപ്പുലർ ഫ്രണ്ടും 5 പോഷക സംഘടനകളുമായിരുന്നു അന്ന് നിരോധിച്ചത് 5 വർഷത്തേക്ക്. അതിൽപ്പെട്ട ഒരു സംഘടനയായിരുന്നു, ഒരു മനുഷ്യാവകാശ സംഘടന എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ തന്നെ ആയിട്ടുള്ള ഒരു പോഷക സംഘടന ഉണ്ടായിരുന്നു. അതിന്റെ അതേ ഭാരവാഹികൾ നേതൃത്വം നൽകിക്കൊണ്ടുള്ള മറ്റൊരു സംഘടന ഒരു മാസം മുമ്പ് രൂപീകരിക്കാനുള്ള ശ്രമങ്ങളും മറ്റും ഉണ്ടായി. അതിന് നമ്മൾ തുടക്കത്തിൽ തന്നെ അത്തരത്തിലൊരു സംഘടന വരുന്നു എന്ന് അവർ സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപനം നടത്തിയ സമയത്ത് തന്നെ നമ്മൾ അതിനെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. തുടർന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ജനം TVക്കും ജന്മഭൂമി ദിനപത്രത്തിനുമെതിരെ NCHDR എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ. അവിടെയാണ് ഏറെ കൗതുകമുള്ളത്. അവരുടെ പ്രഖ്യാപന നിലപാട് തന്നെ ഭീകരവാദ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഭീകരവാദികളാണ് എന്ന് കണ്ടെത്തിയ UAPA നിയമമൊക്കെ വകുപ്പുകൾ പ്രകാരം ചുമത്തി ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരം നിയമ നടപടികൾ നേരിട്ട ആളുകൾക്ക് നിയമസഹായം നൽകുക, അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തെ നീതിപീഠങ്ങൾ കണ്ടെത്തിയ, അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ ആളുകൾക്ക് നിയമ സംരക്ഷണം ഒരുക്കുക എന്ന പ്രഖ്യാപിത നിലപാടുമായി ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് തങ്ങൾക്ക് ഭീകരവാദ ബന്ധമൊന്നുമില്ല എന്ന്. കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയാണ് ആദ്യം പോയി കണ്ടതും, കുടുംബത്തെയാണ് ആദ്യം പോയി കണ്ടതും, അവർക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചതും ഈ സംഘടന. അതൊക്കെ മറന്നുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് ഭീകരവാദ സംഘടനകളുമായി ഒന്നും ബന്ധമില്ല, ഇതൊരു സ്വതന്ത്ര സംഘടനയാണെന്നൊക്കെ. അതെ, അതുതന്നെയാണ്. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ 51 പേരാണ് മരണപ്പെട്ടത്. അതിൽ ഒന്നാം പ്രതിയായിരുന്ന ഭാഷാബായി പരോളിറങ്ങിയ സമയത്ത് അദ്ദേഹം മരണപ്പെടുന്ന ഈ ഭാഷാബായി മരണപ്പെടുകയുണ്ടായി. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഭാഷാബായിയുടെ കുടുംബത്തെ കാണുവാൻ വേണ്ടി വിളിയോട് ശിവൻകുട്ടി, NCHDRന്റെ സംസ്ഥാന അധ്യക്ഷനാണ് വിളിയോട് ശിവൻകുട്ടി, അയാളുടെ നേതൃത്വത്തിൽ കോയമ്പത്തൂരിൽ പോയി ഈ ഭാഷാബായിയെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അത് നമ്മൾ വാർത്തയാക്കിയ സമയത്താണ് നമുക്കെതിരെ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയൊരു ലൈവ് ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. ഇവരുടെ ഓരോ സമയത്തെ നിരീക്ഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടിയും മറ്റു മാധ്യമങ്ങളിൽ കൂടിയും
ഒക്കെ അവർ നടത്തുന്നത് എന്താണ് എന്ന് കൃത്യമായി നിരീക്ഷിക്കുകയും അത് വാർത്തയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ കുമേഷ് പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തി പിടിയിലാക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവർക്ക് നിയമസഹായം നൽകുക, അവർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനവർ എടുത്തിടുന്ന ഒരു മൂടുപടം മനുഷ്യാവകാശ സംഘടനയുടേതാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഓരോ സമയത്തും ഈ തീവ്രവാദ സംഘടനകൾ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിൽ വരിക, അത് പിന്നീട് നിരോധനത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുക, ആ സമയം എത്തുന്ന സമയത്ത് ഒരു ബാക്കപ്പ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുകയും അതിനെ തടയിടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും വേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 1977 സിമി രൂപീകരിക്കുന്നു. സിമി അത് നിരോധിക്കപ്പെടുന്നു. പിന്നീടാണ് നാദാപുരം, കോഴിക്കോട് തന്നെയുള്ള നാദാപുരം കേന്ദ്രീകരിച്ചൊരു പ്രാദേശികമായ യുവാക്കളുടെ ഒരു സംഘടന രൂപീകരിക്കുന്നു. അതാണ് NDF എന്ന് പറയുന്ന പേരിൽ വലിയൊരു തീവ്രവാദ ശക്തി താലിബാനുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള NDF-ന്റെ രൂപീകരണത്തിലേക്ക് എത്തുന്നത്. NDF നിരോധിക്കപ്പെടുന്ന സമയത്ത് തന്നെ അതേ ആളുകളുമായിട്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന വരുന്നു. പോപ്പുലർ ഫ്രണ്ട് അതേ സമയത്ത് തന്നെ ഈ സിമിയുടെയും ഒരുപക്ഷെ NDF-ന്റെയും ഒക്കെ ചരിത്രം അവരുടെ മുന്നിലുള്ളത് കൊണ്ടായിരിക്കാം അതേ സമയത്ത് തന്നെ 2009 കൂടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് ഔദ്യോഗികമായ ഒരു സംഘടനയായിട്ട് രൂപീകരിക്കുന്ന സമയത്ത് SDP എന്ന് പറയുന്ന പേര് രാഷ്ട്രീയ പാർട്ടി, അവർ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സാങ്കേതികത്വമൊക്കെ നിരോധിക്കാൻ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിരോധിക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ഇല്ലാതാക്കാനുമുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കി കണ്ടിട്ടായിരിക്കണം ഒരുപക്ഷെ അത്തരത്തിലൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. SDP എന്ന് പറയുന്ന സംഘടന അതുപോലെ നിൽക്കുന്നു. അപ്പോൾ ഈ MK ഫൈസി ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് SDP നേതാക്കളുടെ വീട്ടിലേക്കും അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ അന്വേഷണം വരുന്ന സമയത്ത് ഒരുപക്ഷെ SDP-ക്കും നിരോധനം വന്നേക്കാം എന്നൊരു സംശയം അവരുടെ നിലയിൽ വരുന്ന സമയത്താണ് മെക്സവൻ പോലെയുള്ള വ്യായാമ കൂട്ടായ്മകളൊക്കെ വരുന്നത്. ഈ മെക്സവനുമായിട്ട് നമുക്ക് ബന്ധമില്ല എന്ന് SDP-യുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മെക്സവനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി ആദ്യം അകത്ത് വരുന്ന മുസ്ലിം സംഘടനകളാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സുന്നി സംഘടനകളാണ് മെക്സവനെതിരെ ആദ്യം വിമർശനവുമായി മുന്നോട്ടേക്ക് വരുന്നത്. പിന്നീട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനൻ, അദ്ദേഹം ഒരു കഥ പോലെയാണ് ഈ മെക്സവന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നത്. അതായത് എന്റെ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ ഒരു വ്യായാമ കൂട്ടായ്മയെ പറ്റി എന്നോട് പറയുന്നു, ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ച സമയത്ത് അത് എത്തിപ്പെട്ടത് കണ്ണൂർ ജില്ലയിലാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണം, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിലെ പ്രവർത്തകരൊക്കെ ഈ മെക്സവനിൽ ഉണ്ട് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് പോലും P മോഹൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നിന്ന് വളരെ വേഗമാണ് CPM യു-ടേൺ ഒക്കെ എടുത്തത്. നമുക്ക് കോട്ടയത്തേക്ക് പോകണം. കോട്ടയത്താണ് ഇന്നലെ SDP ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു പരിശോധന റെയ്ഡൊക്കെ ED-യുടെ ഭാഗത്ത് നടന്നത്. മിഥുനുണ്ട് കോട്ടയത്ത്. മിഥുന്, ഇന്നലെ നടത്തിയ പരിശോധനയിൽ, കേരളത്തിലുടനീളം നടത്തിയ പരിശോധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പരിശോധന നടത്തുന്നത് കോട്ടയത്താണ്. SDP-ക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ധനസമാഹരണം, പണമിടപാടൊക്കെ പരസ്പരം പൂരകമാണ്, അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതിന് തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കോട്ടയത്ത് നടത്തിയ പരിശോധനയിൽ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചത്? എന്തെങ്കിലും രേഖകൾ പിടിച്ചെടുക്കുകയോ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തിട്ടുണ്ടോ മിഥുൻ? കാര്യം കഴിഞ്ഞ ദിവസം 9 മണിയോട് കൂടിയാണ് വാഴൂരിൽ ചാമമ്പത്താലിലുള്ള SBT ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തെ ഈ നിഷാദ് എന്ന് പറയുന്ന SDP പ്രവർത്തകന്റെ വീട്ടിൽ ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയത്. ഇയാൾ പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനായിരുന്നു, ഡിവിഷണൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. പിന്നീട് നിരോധനത്തിന് ശേഷം SDP-യിലും പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വീട്ടിൽ പരിശോധന നടത്തിയത്. ഏതാണ്ട് മണിക്കൂറുകളോ ഏതാണ്ട് ഒരു പാതി ദിനം തന്നെ ഇത്തരത്തിൽ പരിശോധനയ്ക്കായി ചെലവഴിച്ചു എന്നുള്ളതാണ്. 9:30 കൂടി നടത്തിയ പരിശോധന ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് പൂർത്തിയായത്. ഇത്തരത്തിൽ വിശദമായിട്ടുള്ള പരിശോധന വീട്ടിൽ നടത്തി. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളിലാണ് കൂടുതൽ പരിശോധനകൾ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലഭ്യമായിരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കി ലഭ്യമായിരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SDP-യുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ഫണ്ട് സമാഹരണവും അതുപോലെ തന്നെ അതിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട ചില ക്രയവിക്രയങ്ങൾ ഇയാളുമായി നേരിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ്. ഉച്ചവരെ പരിശോധന നേടുകയും പിന്നീട് മടങ്ങി പോവുകയാണ് ചെയ്തത്. കസ്റ്റഡിയിൽ എടുക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് നടത്തിയിട്ടില്ല. അപ്പോൾ ഏതായാലും ചില വിവരങ്ങൾ, നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.